അപ്പോൾ നമ്മളിത് റെയിനെയർ ഫ്ലൈറ്റിൽ ഒരു യാത്ര പോവാണ്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ UK വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു ഹോളിഡേയ്സിന് പോവാണ്. അതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു അൽബേനിയ ആൻഡ് മോണ്ടിനിഗ്രോ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണെന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു ചാൻസ് വന്നു, നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇവിടെ അൽബേനിയയിൽ തിരാന എയർപോർട്ടിലാണ്. അൽബേനിയയിലെ തിരാന എയർപോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ബാഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ടാക്സിക്കാരനെ കിട്ടി കേട്ടോ. ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇതാണ് തിരാന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ സമയം 10-11 മണിയായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഹോളിഡേ ട്രിപ്പിൽ നമ്മൾ 8 പേരാണ് പോകുന്നത്. നമ്മുടെ പ്രിയ ചേച്ചി, പിള്ളേരെ ഇവക്കുട്ടി, എമിലിൻ, പിന്നെ നമ്മുടെ സോണിച്ചേട്ടൻ, ചേച്ചി, അതുപോലെ തന്നെ ഷൈൻകുട്ടൻ. നമ്മുടെ വണ്ടി ഇതാണ്. നമ്മൾ വണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗേജ് എല്ലാം കയറ്റി വെച്ചിട്ട് വണ്ടിക്കകത്ത് സ്ഥലം പിടിക്കും. AMH ഹോട്ടൽ, ഇതാണ് നമ്മളെടുത്തേക്കുന്ന ഹോട്ടൽ. നമ്മൾ ടാക്സി പറഞ്ഞു വിട്ടു. ഈ വണ്ടിക്കാണ് നമ്മൾ വന്നത് കേട്ടോ. 7000 ലക്ക് ആണ് നമുക്ക് ടാക്സി ചാർജ് വന്നത്. അതായത് ഏകദേശം ഒരു 70 പൗണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ ഹോട്ടലിലോട്ട് കയറി ചെല്ലുവാണ്. നമ്മുടെ പാസ്പോർട്ടെല്ലാം സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് നമുക്ക് റൂം അലോട്ട് ചെയ്ത് തരാം. ഇവിടുന്ന് സംഭവം ഭയങ്കര സെറ്റപ്പാട്ടോ. നമ്മുടെ റൂം ഇതാണ്. സെറ്റ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെങ്ങോട്ട് പോവാം? നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ പോവാണ്. യൂട്യൂബിൽ പോട്ടോ. ഞങ്ങൾ ഇറങ്ങി തെണ്ടി നടക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടൽ എന്നൊക്കെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം 11-12 മണീൻ്റെ അടുത്തായി. വിശക്കുന്നുണ്ട് സത്യത്തിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും ഭക്ഷണം കണ്ടെത്തണം. ഇതാ ഒരു ഹോട്ടലല്ല, ഒരു ബാറാണിത്. ഒരു പിസ സെറ്റപ്പ് എല്ലാം ഉണ്ട്. നോക്കി ഇവിടെ കൊല പഴിപ്പിക്കാൻ വെച്ചേക്കുന്നത് കണ്ടോ. നാട്ടിലത്തെ കണ്ടോ, നോക്കി എത്ര വാഴക്കൊല പഴിപ്പിക്കാൻ വെച്ചേക്കുന്നത്. ഇതുപോലത്തെ ഒരു എന്താ പറയുക, ആർട്ട് പോലെ ചെയ്തേക്കുന്ന കേട്ടോ. ഇതിനെപ്പറ്റി എന്താണ് പറയുക? അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ പുള്ളി പണി തുടങ്ങി. അവിടെ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുമെന്ന് തോന്നുന്നു. ഓർഡറിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരിപ്പ് ഉറപ്പിച്ചു. ഇത് സോണിച്ചേട്ടൻ്റെ മോന്, സോണിച്ചേട്ടൻ, ജിസി ചേച്ചി, പ്രിയ ചേച്ചി, 2 പിള്ളേര്. ലിനോ ചേട്ടൻ നാട്ടിലിരുന്നത് കാണും, അത്രേ ഉള്ളൂ. പിന്നെ അതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വളരെ ആക്റ്റീവായി. അങ്ങനെ അത് ആവേശം അങ്ങ് അവസാനിച്ചു. എല്ലാവരും ഹാപ്പി. എല്ലാവർക്കും അവരവരുടെ റൂമായിട്ടുണ്ട്. സെറ്റ് 306, 307, 305 ഞങ്ങളുടെ റൂമിൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഡേ 2 ആരംഭിക്കുകയാണ്. ഞങ്ങളിത് ഹോട്ടലിൽ ഇപ്പോൾ സമയം 7:30 ഞങ്ങൾക്ക് 7:45 ടാക്സി വരും. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫസ്റ്റ് പോകുന്നത് എവിടെയാണ്? മോണ്ടിനിഗ്രോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ജിസ് ചേച്ചിയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ലോണ്ടനൊക്കെ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം കേട്ടോ. ട്രിപ്പ് ചെയ്തത് ലവ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. നമുക്ക് ഒരു 350 പൗണ്ട്സ് ആയിട്ടുണ്ട് പെർ പേഴ്സൺ. ഫ്ലൈറ്റ് ഇൻക്ലൂഡിങ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മൾ തിരാന വരെ. പിന്നെ തിരാനയിൽ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തത് ഗെറ്റ് യുവർ ഗൈഡ് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. അത് നമുക്കൊരു നമ്മൾ 8 സീറ്ററാണ് ബുക്ക് ചെയ്തത്. അതൊരു 70 യൂറോസ് ആയിട്ടുണ്ട്. പിന്നെ ഏകദേശം 70 പൗണ്ട്.
നമ്മൾ പിന്നെ ഇവിടുത്തെ ബാക്കിയെല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ ട്രിപ്പ് നമ്മൾ തന്നെ കൊടുക്കണം. ഫുഡൊക്കെ നമ്മൾ ഇന്നലെ രാത്രി കഴിച്ച് അതെ നമ്മൾ സൂപ്പറായിരുന്നു. 4 പീസ ബാക്കി പിള്ളേരുടെ ഡ്രിങ്ക്സും എല്ലാം കൂടെ കൂട്ടി നമുക്ക് 65 പൗണ്ട്സേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പൈസ എത്രയായിരുന്നു? ഇവിടുത്തെ പൈസ 1 ലെഗ് ഒരു 8 പി നമ്മുടെ പൗണ്ട്സ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത് ഭയങ്കര റിച്ച് ആണ്. നമ്മൾ ഇഷ്ടം പോലെ അടിക്കുക. നമ്മളിവിടെ അതെ ഭയങ്കര ഭയങ്കര ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നപ്പോൾ. ഈ ഹോട്ടലിലെ സർവീസ് ആയാലും നമ്മളൊരു തൊട്ടപ്പുറത്ത് ചീപ്പാണ്. ഞങ്ങളതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല, കാരണം നമുക്ക് ടാക്സി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. പക്ഷേ അത് ഭയങ്കര ഗംഭീര പാക്കിംഗ് ആയി കേട്ടോ. അടിപൊളി, സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് വെച്ചു. ഇതിവിടെ സെറ്റ് ചെയ്തേക്കുന്ന സൗണ്ട് സിസ്റ്റം കേട്ടോ, അടിപൊളി. ഒരു ബാർ സെറ്റപ്പാണിത്. തൊട്ടിപ്പുറത്ത് ക്യാൻറ്റീന്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റായി വന്നതാണ് ആക്ച്വലി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. മോണ്ടിനിഗ്രോയിലേക്കുള്ള യാത്രയാണ്. എല്ലാവരും ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കാർ ഡ്രൈവ് ഇവിടെ ഒരു 40 minutes നമ്മൾ ഹോട്ടലിലെത്തി. then we had the best pizza in whole of Albania. It was really good. So yes, nice experience. Nice experience. Now we are going to Montenegro. So follow us. അങ്ങനെ മോണ്ടിനിഗ്രോ പോകുന്ന വഴിയിലെ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങളിവിടെ ഈ കഫേയിലാണ് നിർത്തിയിരുന്നത് കേട്ടോ. വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുവാണ്. തൊട്ടിപ്പുറത്ത് നല്ല അടിപൊളി ഒരു റിവറൊക്കെ ഉണ്ട്. ഒരു കോഫി കുടിക്കാം എന്നുള്ളൊരു മൂഡിലാണ് ഉണ്ടായത്. നല്ല ക്ലിയർ വെള്ളം കേട്ടോ, അത്യാവശ്യം നല്ല വലിയ പുഴയാണ്. And is most of the largest river in Albania. It gives like 700 cubic meters per second to electricity in Albania. It is part with another river, Drini. It's called Drini, White Drini and Black Drini. And together, when they got like 1,005 or 600 cubic meter per second for electricity. 8 പേർക്ക് ക്യാപ്പച്ചിനോ പറഞ്ഞായിരുന്നു. 8 പേർക്കുള്ള ക്യാപ്പച്ചിനോയ്ക്ക് 9 പൗണ്ട് ആയിരുന്നു. അതായത് 900 ലക്ക്. ഇപ്പം നമ്മുടെ കോഫി ടൈമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇരുന്ന് കഴിച്ചു. അപ്പം ഇനി ഒരു കോഫിയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ഇവിടെ വന്ന് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഒരു കോഫി കഴിച്ചു. നമ്മൾ ബോർഡർ എത്തിയിരിക്കുക കേട്ടോ. ഈ ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ഏകദേശം കുറേ വണ്ടികൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമൊക്കെ നടക്കാം, നടന്ന് ഒന്ന് ബോർഡറൊക്കെ കണ്ടേച്ച് വരുമ്പോഴത്തേക്ക് ഈ വണ്ടി ക്യൂ ഒക്കെ മാറി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന്റെ ബോർഡർ കിടക്കാൻ പോകല്ലേ വെച്ചാൽ അതെ, നടന്ന് കിടക്കാൻ പോകും. ഓ, നമ്മുടെ നാട്ടിലെ വേണമെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ കാണുന്നതാണ് ഈ അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും കൂടെയുള്ള ബോർഡർ ലൈൻ. അപ്പം നമ്മുടെ ഇമിഗ്രേഷൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് പോലീസുകാരനെ കാണാൻ പോയത് കേട്ടോ. അടിപൊളി. ഞങ്ങൾ മോണ്ടിനിഗ്രോ. ഇത് കാനയായോണ്ടാ. അതെ, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബോർഡർ ലൈൻ ആയിരിക്കും ചിലപ്പോൾ. കാരണം ഈ തോടിനപ്പുറത്തേക്കാണ് മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന രാജ്യം. കണ്ടില്ലേ? ഞങ്ങളെ പോലീസ് പിടിച്ചു. ഞങ്ങളെ പോലീസ് പിടിച്ചു. അത് മോണ്ടിനിഗ്രോ പോലീസ് പിടിച്ചു. ചെറിയ പോലീസ് ഒന്നുമല്ല, അൽബേനിയൻ പോലീസ്. മോണ്ടിനിഗ്രോ അല്ല, ഇത് അൽബേനിയൻ പോലീസ്. അതെ, ഇത് അൽബേനിയൻ പോലീസാണ്. അൽബേനിയൻ ചെക്ക് പോസ്റ്റ് ആണ്. അവരുടെ പോലീസ് വേറെ പോലെ എഴുതിയിരിക്കുന്നു. അതെനിക്കറിയാൻ പാടില്ല. ഇവരുടെ വേറെ എന്തോ എഴുതിയിരിക്കുന്നത്. ഞങ്ങള് ഈ കാണുന്നതാണ് ഞങ്ങളുടെ അൽബേനിയയുടെ ബോർഡർ ലൈൻ.
ഞങ്ങള് നടന്ന് നമ്മള് മോണ്ടിനിഗ്രോയിലൊക്കെ എത്തിപ്പോയി. അപ്പത്തേനും പോലീസ് പുറകെ വന്നു. അപ്പൊ എന്താ അറിയത്തില്ല, 2 പോലീസുകാരും എല്ലാം നടന്നു വന്നു. അതെ, ഞങ്ങൾ വന്നിടത്ത് തന്നെ ഞങ്ങൾക്ക് അവർ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവരെ വെൽക്കം ഒക്കെ ചെയ്ത് ഹായ് സാർ എന്നൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞു, ഇത് നിങ്ങൾ ബോർഡർ കടക്കരുത്, ചെക്കിങ് കഴിയാണ്ട് കടന്നു പോകും അപ്പുറത്തൊന്നും. പിന്നെ പോലീസുകാർ ഞങ്ങളോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അൽബേനിയയുടെ ചെക്ക് പോസ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ, മോണ്ടിനിഗ്രോയിലോട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നല്ല മാന്യമായിട്ടുള്ള ഇടപെടൽ. അത്രയും വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ബോർഡർ ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാതെ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു. അത് ഒരു സ്റ്റേറ്റിന്റെ അല്ല, ഒരു രാജ്യത്തിന്റെ ബോർഡർ. ഞങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. വളരെ മാന്യമായിട്ടോ സംസാരിച്ചു. അവർ പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ഇവിടെ നിൽക്കണം, നിങ്ങൾക്ക് ഇതിന്റെ ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ ഓക്കെ പറഞ്ഞതിന് ശേഷമേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പുള്ളി വന്ന് നല്ല മാന്യമായിട്ട് ഞങ്ങൾ ഏത് രാജ്യക്കാരാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ച് വളരെ കൂളായിട്ട്, ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. ഈ പുള്ളി കേട്ടോ ഞങ്ങളെ പിടിച്ചത്. നിൽക്കണ നിപ്പ് നോക്കി, ഇഞ്ചി കടിച്ച കുരക്കനെ പോലെ. ഇതൊക്കെ ചെറുത്. ആൾക്കാരൊക്കെ നല്ല ഭയങ്കര പൊളൈറ്റ് ആയിട്ട് പെരുമാറുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മുടെ കൂടെ വരുന്ന പയ്യനാണെങ്കിലും എന്ത് പാവമായിട്ടെന്നറിയോ സംസാരിക്കുന്നത്. ഭയങ്കര എന്നുവെച്ചാലേ ഈ രാജ്യത്തിന്റെ ഒരു വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളാണ്. അത് ഒരു റീസൺ ആണ്. അതാ അപ്പൊ ഞങ്ങള് രാജകീയമായിട്ട് ബോർഡർ നടന്നു കിടക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയി, മുന്നോട്ട് പോയി. അങ്ങനെ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് നമ്മള് സ്ട്രോബെറി മേടിച്ചു. 4 യൂറോ, അതായത് ഏകദേശം 4 പൗണ്ടിന്റെ അടുത്ത് അല്ലേ? പണം നമുക്ക് പുല്ലിടാന്നും പറഞ്ഞ് സോണിച്ചേട്ടൻ എടുത്തു വീശി. യൂറോ എങ്കിൽ യൂറോ. അതെ, ഇവിടെ ചെറിയൊരു കുളം കണ്ട് നോക്കി. ആമ നമ്മൾ മോണ്ടിനിഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് പണി നടക്കുകയാണ്, അതുപോലെ തന്നെ കൺട്രി സൈഡ് റോഡാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തിയതാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് കാണിച്ചു തരാം. ഇത് രസമാണെന്ന് നോക്കി. അവിടെ ഒരു ഐലൻഡ് പോലെ അതിൻ്റെ സൂപ്പറുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ബീച്ചാണ്. ഇവിടുത്തെ വെള്ളം ഭയങ്കര ക്ലിയർ ക്രിസ്റ്റൽ വെള്ളം. അത് We can see also the Budva. Is a old city town, and also the Kotor. But Kotor is more up, like in more high. So it's like 30 kilometers away. So if you can resist that, we can go straight to Kotor, so you can eat on foot. If you want, we can see this one. We can go to Kotor, and Budva we left for the last second. After we come back. I think in this moment. അങ്ങനെ ഒരു 3.5 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഏകദേശം ഒരു 1:45 ഞങ്ങൾ കോട്ടൂരെത്തി അല്ലേ? കോട്ടൂർ കാണാനൊരു ഭയങ്കര സംഭവം കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിലുള്ളൊരു സ്ഥലമാണ്. അവിടെ വലിയൊരു കാസിലുണ്ട് ആ മലയുടെ മണ്ടയിൽ. പിന്നെ അതിന്റെ ചുറ്റിനുള്ള ഒരു മതില്, അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് അതിനുള്ളിലാണ് ഈ ടൗൺഷിപ്പ്. അതിന്റെ താഴ്ഭാഗത്താണ്, താഴ്വരയിലാണ് ടൗൺഷിപ്പ്. ജസ്റ്റ് ഒരു മതിലിന്റെ ഉള്ളിൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു മതില് മാത്രമേ കാണുള്ളൂ. ഉള്ളിൽ വലിയൊരു ടൗൺ ഉണ്ട്. നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. പുറമേ നിന്നുള്ള ദൃശ്യമായിട്ട് ഇത്. നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. എന്തായാലും കാണുമ്പോൾ ഭയങ്കര ഈ ക്യാമറേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നില്ല ശരിക്കും പറഞ്ഞ കാഴ്ചകൾ. എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ കടകളാട്ടോ, കണ്ടാ പറയത്തില്ല, വീട് പോലെയൊക്കെ തോന്നും. എല്ലാം ഓരോരോ കടകളാണ്. പിസയാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റം തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും പിസയാണ്.
നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ത്യൻ വിഭവം കിട്ടുമെന്ന് അറിയുമ്പോണ്ടാണ് നടക്കണേ. ഇവിടെ എന്താ മറ്റേ ക്രോസാൻഡ് ഐറ്റംസ് ആണ്. ഇത് ഫാഷൻ ബ്യൂട്ടി ഷോപ്സ് ആണ്. റെസ്റ്റോറൻറ്റ് സിറ്റി എന്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എന്തൊക്കെ ഉണ്ട്. നമ്മളിതാ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കേട്ടോ. അടിപൊളിയാ. എല്ലാവരും മെനു കാർഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ജസ്റ്റി മെനു കാർഡ് നോക്കുന്നുണ്ട്. ജസ്റ്റി Grilled halloumi cheese with cranberry sauce. Wow. Yeah. എല്ലാത്തിനും തോടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴി കൂടെ പോകുന്നു എന്നുള്ളത് നമ്മൾ ലാൻഡ്മാർക്ക് നോക്കി വെച്ചിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായിട്ടുള്ള ഈ ഏരിയ നമ്മൾ കവർ ചെയ്തു. നമ്മളിപ്പോൾ അതിൻ്റെ നോർത്തേൺ ഗേറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് നോർത്തേൺ ഗേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു കോട്ടയ്ക്കകത്തേക്ക് 2 വാതിലുകളാണുള്ളത് മെയിനായിട്ട്. അതിൽ ഒരു സൈഡിലെ വാതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും ഇതിന് ചുറ്റും ഇത് ഈ റിവറാണ്. ഈ ഒരു കാസലിൻ്റെ എൻട്രൻസ് ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ട് പുഴയാണുള്ളത്. പുള്ളി ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ. If you see the behind the wall, that is created for fortification, and this is like 4.5 kilometers long. And going upstairs, and you can see there is all the church. They are created by Venetians because they live and keep this place after Byzantines for this in middle from 1420 to 1779. In this year they have civilization and create all this place. Do people walk up there? Can people? Yes. People walk? Yes, Yeah? they can walk. They are long stairs to bring up in. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സംഭവം മനുഷ്യനിർമ്മിതി കെട്ടിപ്പൊക്കണമെങ്കിൽ എന്തുമാത്രം ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു മനുഷ്യന് നമുക്ക് അതിൽ കയറി എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഇത്രയും കല്ലുകളും പാറക്കഷ്ണങ്ങളൊക്കെ വെട്ടി ഒരുക്കി നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര അതിശയം കാണുന്ന പോലെ തന്നെയാണ്. ആ കാസലിൻ്റെ ഏറ്റവും മുകൾ വശം മുതൽ ഈ സൈഡ് വരെ വേറൊരാൾക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ പള്ളികൾ, ഇപ്പം ആ മുകളിൽ തന്നെ ഒരു ചർച്ച്, ഏറ്റവും അതിൻ്റെ ഒരു മലയുടെ പകുതി ഭാഗത്തായിട്ട് വലിയൊരു പള്ളിയുണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചാണ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അതിശയം നമുക്ക്. നേരത്തെ നമ്മൾ ആ കണ്ട കാസലിൻ്റെ ഉള്ളിലുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ആ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഈ കാണുന്ന എല്ലാ ഷോപ്പുകളും ഉള്ളത്. ആ കാസലിൻ്റെ സിറ്റി, ആ ബോർഡർ, ആ മതിലിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും, ആ മതിലിൻ്റെ ഒരു അറ്റമാണ് കാണുന്നത് അതിൻ്റെ പുറകിൽ. അപ്പം പണ്ട് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു കാസിൽ, അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സിറ്റി. Saint Thomas, basically. സെന്റ് തോമസ് ചർച്ചാണോ? Right? And that is Saint Thomas. ഇതൊക്കെ ഈ കൊട്ടാര വളപ്പിനുള്ളിലുള്ളത് കേട്ടോ. ഇതൊരു ചർച്ചാണ്. വലിയൊരു നഗരം തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നടന്ന് കാണാൻ ഒരുപാടുണ്ട് കാഴ്ചകൾ. എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് 1ഉം 2ഉം നിലയൊന്നും അല്ല കേട്ടോ ഉള്ളത്. 5 നില 4 നിലയൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അത് കല്ലുകൊണ്ട് അന്നത്തെ കാലത്ത് കെട്ടിയതാണ്. ഇത് കണ്ടില്ലേ, ഈ പള്ളിക്ക് നല്ല ഹൈറ്റുണ്ട്. വീഡിയോ കൂടെ കാണുമ്പോൾ വളരെ ചെറുതാന്ന് തോന്നിയാലും നല്ല ഹൈറ്റുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ കാസലിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതിലൊരു വഴിയുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. നമ്മളതിലെ പോകുന്നില്ല, കാരണം നമുക്ക് അത്രയും ദൂരം നടക്കാനൊന്നും വയ്യ.
നമ്മളിപ്പോൾ ഇതിൻ്റെ വേറൊരു ഗേറ്റ് കാണാൻ വേണ്ടി പോവാം കേട്ടോ. ഇതിലേക്ക് പ്രവേശനം 3 സ്ഥലത്തൂടെയാണ്. നോർത്ത് സൈഡിലുള്ള ഗേറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇനി പോകുന്ന അടുത്ത ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. തന്നെ മറ്റൊരു വശമായത്. അവിടെ ഇതേപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകളും ഷോപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇവരാരും ഈ ബിൽഡിങ്ങിലൊന്നും ചെയ്തിട്ടില്ല. ഇതാ പഴയ ബിൽഡിങ് അങ്ങനെ തന്നെ അല്ലേ. ഉള്ളിലെല്ലാം ഭയങ്കര അടിപൊളിയാക്കി പുറം അങ്ങനെ തന്നെ നിലനിർത്തി അതിൻ്റെ ആ ഒരു പൗരാണികത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് നമുക്കറിയാം പണ്ടത്തെ സെറ്റപ്പാണ്. പണ്ടത്തെ ജനലുകളെ കണ്ടില്ലേ. ഇതൊക്കെ ആ കോട്ടയുടെ ഭാഗമാണ് കേട്ടോ. ഓ, ഇതൊക്കെ ഈ ഒരു പാലത്തിന് നല്ല ഉയർത്താൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഈ കോട്ടയുടെ ഒരു വാതിലായത്. ഈ കോട്ടയെ സംരക്ഷിക്കുന്ന ഒരു ഡോറാണിത്. അതായത് നമുക്കറിയാലോ ആക്രമണ സമയം വരുമ്പോൾ ഇവരിത് ചെയിൻ വലിച്ച് ഈ പാലം ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ മുഴുവൻ വെള്ളമായതിനാൽ ഇങ്ങോട്ടേക്ക് ആർക്കും എത്തിപ്പെടാനായിട്ട് ഈ കോട്ടയുടെ സൗത്തേൺ ഗേറ്റാണിത് കേട്ടോ. കണ്ടില്ലേ, സൗത്തേൺ ഗേറ്റാണിത്. ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോട്ടയിലോട്ടുള്ള പ്രവേശനം അവിടെ കഴിഞ്ഞു. ശത്രുക്കളിൽ നിന്നുള്ള എല്ലാ തരത്തിലും ഉള്ള രസം ഈ കാസിലിൻ്റെ പുറത്താണ് കേട്ടോ. ഇതാണ് അതിൻ്റെ അവരുടെ കവാടത്തിൻ്റെ ഒരു സൈഡ്. നേരത്തെ ഞാൻ കാണിച്ച സൗത്തേൺ ഗേറ്റാണിത്. ഈ പാലം പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ആക്സസ് പോയി. പിന്നെ ഇവിടെ ഈ വെള്ളം കെട്ടുള്ളത് കൊണ്ട് യാതൊരു തരത്തിൽ ഇതിനകത്തോട്ട് പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അത്രയും വളരെ അടിപൊളിയായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു കോട്ടയുടെ ഉൾവശത്തൂടെയാണ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തത്. മുകളിലേക്ക് നോക്കി ഒരു തരത്തിൽ ഇതിനകത്തോട്ട് ആക്സസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിന്റെ ബ്യൂട്ടി കണ്ടിട്ടും വീഡിയോയിൽ എടുത്തിട്ടും മതിയാവുന്നില്ലല്ലേ. അപ്പൊ ഞങ്ങള് കൊത്തൂര് അല്ലേ, അതെ, അവിടത്തെ കൊട്ടാരം അല്ലല്ലേ ശരിക്കും പറഞ്ഞാൽ കാസിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാരും വണ്ടിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബുഡുവ അപ്പൊ നമ്മള് ബുഡുവയിലോട്ടാണ് പോണേ.